പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഗാന ശുശ്രൂഷയ്ക്കായിട്ട് കൊയറിനെ ക്ഷണിക്കും. ൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഉറ്റവർ സ്നേഹിത പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും ഇടക്കൻ വേണ്ടി തള്ളിടുമ്പോ. ഉറ്റവർ സ്നേഹിത പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും ഇടക്കൻ വേണ്ടി തള്ളിടുമ്പോ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർത്തിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർത്തിടുമേ. കുറുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കുറുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയയോടോട് കൂടെത്തുമ്പോ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോട് കൂടെയെത്തുമ്പോ. മക്കൾ കണക്കെ പറക്കും നാമെന്നും പ്രാപിക്കും രൂപാന്തരം. മക്കൾ കണക്കെ പറക്കും നാമെന്നും പ്രാപിക്കും രൂപാന്തരം. കുറുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കുറുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പ്രാപഞ്ച
പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ. മക്കൾ കണക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. മക്കൾ കണക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിയോ വർഗീസ് അവറുകൾ കഴിഞ്ഞ 7 ദിവസവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചും അതിൽ നാം എങ്ങനെയൊക്കെ ഒരുങ്ങണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനം പഠിപ്പിപ്പാൻ ദൈവം സഹായിച്ചു. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുന്നത് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ള വിഷയം ദൈവദാസനെ കൂടെ നാം കേട്ടു. ദൈവത്തോടും മനുഷ്യരോടും നിരന്നുകൊള്ളുക. 2 മാനസാന്തരപ്പെടണം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞുകളഞ്ഞ് ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം മനസ്സിലാക്കി ചെയ്യുന്നവരായി കർത്താവിന്റെ വരവിങ്കൽ പ്രിയം വെച്ചുകൊണ്ട് യജമാനനെ ബിസിയായി ശുശ്രൂഷ ചെയ്ത് പ്രിയന്റെ വരവിനായി പ്രത്യാശയോടെ നോക്കിപ്പാർ. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ടത് എന്ന് ഓരോരുത്തരും അവരവരെ തന്നെ ശോധന ചെയ്തുകൊണ്ട് പ്രിയന്റെ വരവിനായി പ്രത്യാശയോടെ നമുക്ക് നോക്കിപ്പാർക്കാം. ഈ ദിവസങ്ങളിൽ ദേവദാസനെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ദാസന്മാർ ശുശ്രൂഷയിൽ അവർക്ക് കർത്താവ് കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയും ദൈവജനത്തിന്റെ പ്രാർത്ഥനയും ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ആവശ്യമാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇന്നും കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിയോ വർഗീസിനെ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഗർസിം പാസ്റ്റർ. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരുവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം അവസരം നൽകിയതിനായി അവിടുത്തേക്ക് സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. നാളിതുവരെയും നമ്മെ തിരുച്ചിറകടിയിൽ മറച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മീതെ വഹിക്കും പോലെ കർത്താവ് നമ്മെ ഇതുവരെയും അത്ഭുതകരമായി നടത്തിയല്ലോ. സ്തോത്രം. ചിറകടിയിൽ മറയ്ക്കേണ്ടപ്പോൾ ചിറകടിയിൽ മറച്ചും
ചിറകിൻ മീതെ വഹിക്കേണ്ടപ്പോൾ ചിറകിൻ മീതെ നമ്മളെ ചുമന്നും ഇതുവരെ കൊണ്ടെത്തിച്ചതിനായി അവിടുത്തേക്ക് സ്തോത്രം. ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഗെരിസിയും മറ്റ് കർത്താവിൻ്റെ ദാസന്മാർ, ദൈവജനം എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ദൈവപാദങ്ങളിലേക്ക് നാം തിടുക്കത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ തുടർച്ചയായിട്ട് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വായിച്ചു വരുന്ന 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ച് തുടരാമല്ലോ. 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും കൂടെ, 3:12. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. സ്തോത്രം. അതിന്റെ 10 മുതൽ വായിച്ചാട്ടെ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. സ്തോത്രം. ഇവിടെയും പത്രോസ്ലീഹ നമ്മോട് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവ് സുനിശ്ചിതമാണെന്നും നമുക്കൊരു പുതുവാന ഭൂമിയിലേക്കുള്ള പ്രവേശനം സാധ്യമാണെന്നും ഇന്ന് കാണുന്നതെല്ലാം കത്തിയഴിഞ്ഞു പോകുമെന്നും ആയതിനാൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കുകയാണ്. ഇതിലെ ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ക്രിസ്തുവേശുവിൻ്റെ വരവ് സുനിശ്ചിതം. കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ എടുക്കപ്പെടിയിലും കർത്താവിനോടൊപ്പമുള്ള നമ്മുടെ വാഴ്ചയും ഉറപ്പായിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ പ്രപഞ്ചം മാറിപ്പോകുന്നത് കർത്താവ് വരും, നമ്മളെ കർത്താവ് കൂടെ കൊണ്ടുപോകും. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ നാം ചിന്തിച്ചത്, യജമാനൻ കുറച്ച് ക്ലാസ് വർക്ക് തന്നിട്ട് പോയിരിക്കുക. സ്കൂളിലെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് വർക്ക് കൊടുക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് വരുവോളം മറ്റ് കാര്യങ്ങളിലൊന്നും നമ്മൾ ഏർപ്പെടാതിരിക്കേണ്ടതിന്, യജമാനന്റെ വിഷയത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതിന് കർത്താവിൻ്റെ ചില കാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ട്
അവിടുന്ന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ബി ബിസി ഇൻ അവർ മാസ്റ്റേഴ്സ് ടാസ്ക്. നമ്മുടെ യജമാനന്റെ കാര്യങ്ങളിൽ നാം തിരക്കുള്ളവരായിരിക്കുക. ഇന്നത്തെ ലോകം നമുക്ക് സമയം തികയുന്നില്ല. 24 മണിക്കൂർ പോരാന്നാണ് നമ്മൾ പറയുന്നത്. നാം വളരെ തിരക്കില്ല, തീരെ നമുക്ക് നേരമില്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്, 2 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, നമ്മൾ എന്തിലാണ് തിരക്കുള്ളവരായിരിക്കുന്നത്? ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങളിലാണോ ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണോ? സ്തോത്രം. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയാം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും പല നിലകളിൽ വ്യത്യസ്തരാണ്. സൗന്ദര്യം ചിലർക്ക് കൂടുതലും കുറവുമുണ്ട്. പണം, ജോലി, വിദ്യാഭ്യാസം, ആരോഗ്യം എന്ന് വേണ്ട എല്ലാം പലർക്കും പല അളവിലാണ്. പക്ഷേ ഒരു കാര്യത്തിൽ, ഒന്നല്ല, ഏറ്റവും പ്രധാനമായും 2 കാര്യങ്ങൾ വേറെയുണ്ട്. ഏറ്റവും പ്രധാനമായും 2 കാര്യങ്ങളിൽ നാം എല്ലാവരും തത്തുല്യരാണ്. ഉയർച്ച താഴ്ചകൾ, ഉച്ചനീചത്വങ്ങൾ ഇല്ല. അതിൽ ഒന്ന്, in regard with the gift of time, and then in regard with the gift of Christ. സമയം എന്ന ദാനത്തിൻ്റെ വിഷയത്തിലും ക്രിസ്തു എന്ന ദാനത്തിൻ്റെ വിഷയത്തിലും നാം എല്ലാവരും തുല്യരാ. ആർക്കും കുറച്ചും കൂടുതലും കൊടുത്തിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ പ്രധാനമായി പ്രത്യേകം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ന്യായവിധിയും പ്രതിഫല വിഭജനവും. പ്രധാനമായും 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. വേറെ പലതുണ്ട്, ഇവിടെ 3 കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഒന്ന്, ഹൗ വി യൂസ്ഡ് അവർ ടൈം. നമ്മുടെ സമയത്തെ നാം എങ്ങനെ ചിലവഴിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണക്ക് കൊടുക്കണം. നമ്മുടെ ന്യായവിധി സംഭവിക്കും. സ്തോത്രം. നാം നമുക്ക് നൽകപ്പെട്ട സമയത്തെ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, how we made use of time. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ സമയത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണ് നാം എന്ന ബോധ്യത്തോടെയാണോ നാം നമ്മുടെ സമയത്തെ വിനിയോഗിക്കുന്നത്? നമ്മളെല്ലാവരും പരാതി പറയുന്നു, സമയമില്ല, സമയമില്ല. പക്ഷേ നാം നമ്മുടെ സമയത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഓർത്തുകൊള്ളുക, we need to give an account of our time. Our judgment will take place according to the way we spent our time. നമ്മുടെ സമയത്തെ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ന്യായവിധി നടക്കും. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. സ്തോത്രം. ചില ദൈവദാസന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സമയമില്ല സമയമില്ല എന്ന് പറയുന്ന നമുക്കെതിരെ ദൈവം
സാക്ഷി കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്. നമ്മുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ദൈവം നമുക്കെതിരായിട്ട് സാക്ഷ്യത്തിന് കൊണ്ടുവരും. ദാ മോനെ നോക്ക്, നിനക്ക് സമയമില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷേ നീ എന്തുമാത്രം സമയമാ ഇതിൽ ചിലവഴിച്ചിട്ടുള്ളത്. ശരിയല്ലേ? സ്തോത്രം. രാവെന്നും പകലൊന്നുമില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ, അത് ഏത് മാധ്യമങ്ങളുമാകാം, വാട്സാപ്പിലാകാം, ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ, വേണ്ട യൂട്യൂബോ, അങ്ങനെയുള്ള എന്തുമാകാം, വെറുതെ ഗൂഗിളിൽ തപ്പുന്നതാകാം. ചിലപ്പോൾ വേറെ അരുതാത്തതൊന്നും ചെയ്യുന്നില്ലായിരിക്കും. ചിലരുണ്ട് ന്യൂസ് 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 എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും. അവർക്ക് മനസ്സിലൊരു ചിന്ത, ഞാൻ സിനിമയും സീരിയലും അശ്ലീലതകളും ഈവൻ സ്പോർട്സ് പോലും കാണുന്നില്ലല്ലോ, ന്യൂസ് അല്ലേ. പക്ഷേ അതിനുവേണ്ടിയും നമ്മുടെ വിലപ്പെട്ട സമയത്തിൻ്റെ എത്ര ശതമാനം വിനിയോഗിക്കുന്നു? ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ച് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോഴും നമ്മൾ പറയും ദൈവീക വിഷയങ്ങളിൽ നമുക്ക് സമയമില്ല എന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞത്, പ്രധാനമായും നമ്മുടെ ന്യായവിധി 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കി. അതിലൊന്ന്, എങ്ങനെ നാം നമ്മുടെ സമയം വിനിയോഗിച്ചു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, നമ്മുടെ സമയത്തെ നാം അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം എന്ന്. സ്തോത്രം. പലരും അടിമകളായിരിക്കുന്നത് സമയത്തിൻ്റെ വിഷയത്തിൽ. അരുതേ പ്രിയരെ, സ്തോത്രം, നാം സമയത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണം. 2, how we dealt with Jesus, the utmost gift of God for the mankind. How we dealt with Jesus. വളരെ പ്രസക്തമായൊരു ചോദ്യം പീലാത്തോസ് ചോദിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുൻപ്, എന്നാൽ യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറയുന്ന ഈ യേശുവിനെ ഞാൻ എന്തു ചെയ്യേണ്ടു? എല്ലാവരും വളരെ പ്രസക്തമായി ചോദിക്കേണ്ട ചോദ്യമാണിത്. What shall I do with Jesus? Accordingly, God will judge us. സ്തോത്രം. യേശുക്രിസ്തുവിനെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ക്രിസ്തുവിനോട് നാം എങ്ങനെ അടുത്തു ചെല്ലുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ന്യായവിധി നടക്കും. സ്തോത്രം. 3-ാമത്തെ കാര്യം, according to the way we use our resources. How we use our resources. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നന്മകളെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നമ്മുടെ സ്രോതസ്സുകളെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അത് ആരോഗ്യമാകാം, പണമാകാം, കഴിവാകാം, സ്വാധീനമാകാം, സംസാരിക്കാനുള്ള കഴിവുകളാകാം, ഫ്രണ്ട്ഷിപ്പ് കൂടാൻ, ആൾക്കാരെ കൂടെ കൂട്ടാനുള്ള കഴിവുകളാകാം. ഇങ്ങനെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്രോതസ്സുകൾ, നന്മകൾ, ഇവകളുടെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ ന്യായം വിധിക്കും. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സമയം എങ്ങനെ നാം ഉപയോഗിച്ചു, ക്രിസ്തുവിനോട് നാം എങ്ങനെ ഇടപെട്ടു,
നമുക്ക് ദൈവം നൽകിയ ദാനങ്ങളായ നന്മകൾ, സ്രോതസ്സുകൾ നാം എങ്ങനെയെല്ലാം വിനിയോഗിച്ചു. ചിലരൊക്കെ കരുതുന്നത് ശമ്പളം കിട്ടി ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ്. സ്തോത്രം. ബാക്കി 90% കൊണ്ട് എന്ത് വേണമെങ്കിലും നടത്തിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ദശാംശം കൊടുത്തല്ലോ, ചുട്ടി, പരിപാടി കഴിഞ്ഞു. ഇല്ല, ഓരോ നയാ പൈസയും നാം എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിലപ്പെട്ടതാണ്. ദശാംശം മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമായി എന്ന് ആരും കരുതരുത്. അതാണ് നാം ഇവിടെ പറഞ്ഞത്. നമ്മുടെ യജമാനൻ വരുവോളം കർത്താവിൻ്റെ കാര്യങ്ങളിൽ നാം തിരക്കുള്ളവരായിരിക്കണം. സ്തോത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2 ചോദ്യങ്ങളുണ്ടെന്ന്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. സ്തോത്രം. നാം ദൈവീക വിഷയങ്ങളിലാണോ അതോ നമ്മുടേതായ അല്ലെങ്കിൽ ലൗകികമായ വിഷയങ്ങളിലാണോ തിരക്കുള്ളവരായിരിക്കുന്നത്? സ്തോത്രം. ദൈവീക വിഷയങ്ങളിൽ നമ്മൾ തിരക്കുള്ളവരായിരുന്നത് കൊണ്ട് നമ്മുടെ എന്തെങ്കിലും കാര്യം ഇതുവരെ മുടങ്ങിയിട്ടുണ്ടോ? അതോ നമ്മുടെ കാര്യങ്ങളിൽ തിരക്കുള്ളവരായിരുന്നത് കൊണ്ട് ദൈവീക വിഷയങ്ങൾ എന്തെങ്കിലും മുടക്കേണ്ടതായി വന്നിട്ടുണ്ടോ? സ്തോത്രം. കാര്യം മനസ്സിലായോ? ദൈവിക വിഷയങ്ങളിൽ ഞാൻ അങ്ങ് തിരക്കുള്ളവനായിരുന്നത് കൊണ്ട് ഇന്ന് എനിക്ക് കുളിക്കാൻ പറ്റിയില്ല. ഇന്നെൻ്റെ കുളി മുടങ്ങിപ്പോയി. ഇന്ന് എൻ്റെ ആഹാരം മുടങ്ങിപ്പോയി. എന്തുകൊണ്ടാ? അത് ദൈവിക വിഷയത്തിൽ ഞാൻ അല്പം തിരക്കിലായിരുന്നു. അതോ നേരെ തിരിച്ചാണോ സംഭവിക്കുന്നത്? സ്തോത്രം. ഇനി 2ാമതൊരു ചോദ്യമുണ്ട്. ദൈവിക വിഷയങ്ങളിൽ തന്നെ നാം തിരക്കുള്ളവരായിരുന്നാലും പ്രസക്തമായ ചോദ്യം, വെദർ വി ആർ ബിസി ഫോർ ദ ലോർഡ് ഓർ വിത്ത് ദ ലോർഡ്. ബിസി ഫോർ ദ ലോർഡ് ഓർ വിത്ത് ദ ലോർഡ്. ദൈവിക വിഷയങ്ങളിൽ തന്നെ നമ്മൾ വ്യസ്തരാണ്, തിരക്കുള്ളവരാണ് ആയിക്കൊള്ളട്ടെ. പക്ഷെ അവിടെയും പ്രസക്തമായൊരു ചോദ്യം, ദൈവത്തിനു വേണ്ടിയാണോ നമ്മുടെ തിരക്ക് അധികവും അതോ ദൈവത്തോട് കൂടെയാണോ നമ്മുടെ തിരക്ക്? ഇതിലേതിലാണ് നമ്മൾ തിരക്കുള്ളവരായിരിക്കുന്നത്? വളരെ പരിചിതമായ ഒരു ആൻറ്റിയെ നമുക്കറിയാം. ഒരു ആൻറ്റിയുടെ പേര് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഡാനി പാസ്റ്റർ എന്നുകൊണ്ട് പറയുന്നു, മാർത്ത. മാർത്ത ആൻറ്റി വാസ് സോ ബിസി ഫോർ ദ ലോർഡ്, വെയറസ് മേരി വിത്ത് ദ ലോർഡ്. സ്തോത്രം. മാർത്ത കർത്താവിന് വേണ്ടി തിരക്കിലായിരുന്നു. അവള് വേറെ കാര്യങ്ങൾക്കൊന്നും പോയതല്ല, അയൽക്കൂട്ടത്തിനൊന്നും പോയതല്ല. അവള് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾക്ക് പോയതല്ല മാർത്ത. യേശുവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. അതും ചെയ്തതും മറ്റൊന്നിനും വേണ്ടിയല്ല, അതെല്ലാം ഒന്ന് തീർത്തിട്ട് വന്ന് ഇവിടെ ഇരിക്കാനാ. അതുകൊണ്ടാ പരാതി പറഞ്ഞേ. പക്ഷേ മറിയയോ, കർത്താവിന് വെള്ളം വേണമെന്ന് പോലും ചോദിച്ചു കാണത്തില്ല. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഏതൊരു കാലാവസ്ഥയിൽ ഒരാൾ വീട്ടിൽ വന്നാലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കും. ചിലപ്പം മഴ നനഞ്ഞ കുതിർന്ന് വിറച്ച വന്ന് കയറിയത്, എന്നാലും ഒരു ഗ്ലാസ് പച്ചവെള്ളം സ്റ്റീൽ ഗ്ലാസ്സിൽ കൊണ്ട് കൊടുക്കും. അതൊരു കൾച്ചറാണ്.
പിന്നെ ചായ ചോദിക്കത്തുള്ളൂ. അപ്പം മറിയ ചിലപ്പോൾ യേശുവിനോട് ആ ഒരു മര്യാദ പോലും നിവർത്തിച്ചിട്ടില്ല. വന്നപ്പോഴേ കാൽക്കൽ പോയെങ്കിരുന്നു. മറിയോട് ചോദിച്ചാൽ പറയും, ഐ ആം ബിസി, എനിക്ക് നേരമില്ല. മാർത്ത തീർച്ചയായും മറിയെ വിളിച്ചു കാണും, ഒന്ന് വാ, ഒന്ന് സഹായിക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് അവിടെ പോയിരിക്കാം. മറിയ പറഞ്ഞു, എനിക്കിപ്പോ നേരമില്ലെന്ന്. അതെന്താ മറിയെ നേരമില്ലാത്തെ? കർത്താവിൻ്റെ കൂടെ ഇരിക്കുക ഞാനെന്ന്. സ്തോത്രം. അയ്യോ, കർത്താവിൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കാൻ പോലും നേരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? സ്തോത്രം. നമ്മൾ തിരക്കാ. ശവമടക്കിന്, കല്ലിടിയിലിന്, കട്ടളവെപ്പിന്, കല്ലറക്കെട്ടിന്, കല്യാണത്തിന് എന്ന് വേണ്ട, നമ്മൾ തിരക്കോടെ തിരക്ക. പക്ഷേ ഇതൊന്നും ദൈവത്തിന് വേണ്ടി പോലുമല്ല. ഇനിയാണെന്ന് പറഞ്ഞാലും സ്തോത്രം, കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ നമുക്ക് നേരമില്ലെങ്കിൽ നാം കർത്താവിന് വേണ്ടി എത്ര തിരക്കുള്ളവരായിരുന്നാലും അതെല്ലാം വെറും ശൂന്യം മാത്രമായിരിക്കും. കർത്താവിൻ്റെ കൂടെ പോണോ എങ്കിൽ കർത്തൃവിഷയങ്ങളിൽ നാം തിരക്കുള്ളവരായിരിക്കണം. അതിന് കർത്താവ് നമ്മെ പലതും ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം, ഏൽപ്പിച്ചിട്ടുണ്ട്. നാം അത് നിവർത്തിക്കണം, നാം അത് പൂർത്തീകരിക്കണം. സ്തോത്രം, അത് നാം പൂർത്തീകരിക്കണം. അതായിരുന്നു നമ്മൾ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുക. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടേണ്ടതിന് നാം എന്ത് ചെയ്യണം? സ്തോത്രം. ബി സാങ്ക്ടിഫൈഡ് കംപ്ലീറ്റ്ലി ആൻഡ് ബി പ്രിസർവ്ഡ് ബ്ലെയിംലെസ്ലി. ബി സാങ്ക്ടിഫൈഡ് and be preserved blameless. 1 തെസ്സലോനിക്ക ലേഖനം 5:23 വാക്യമാണ്. 1 Thessalonians 5:23. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സ്തോത്രം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. May the God of peace sanctify you completely. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നാം പൂർണ്ണ വിശുദ്ധീകരണം പ്രാപിക്കണം. സ്വർഗം ഒരു വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധന്മാർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. അശുദ്ധിയിൽ ജീവിക്കുന്നവരാരും കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവരുടെ ഒരു ലിസ്റ്റുണ്ട്. നമുക്കത് ഒരു ദിവസം നോക്കാം. ഇപ്പോൾ പറഞ്ഞു വിടുന്നു. സ്വർഗം ഒരു പരിശുദ്ധ സ്ഥലമാണ്. അവിടെ വിശുദ്ധന്മാർക്കേ പ്രവേശനമുള്ളൂ. ദൈവം പരിശുദ്ധനാണ്. വിശുദ്ധന്മാർക്ക് മാത്രമേ ഈ ദൈവത്തോട് കൂട്ടായ്മയുള്ളൂ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. Revelation 21 ലാസ്റ്റ് വേഴ്സ്.
കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. സ്തോത്രം. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്ന ആരും ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും രാജ്യത്തിലേക്ക്, പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കുകയില്ല. സ്തോത്രം. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഈവൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും ബൈബിൾ സ്കൂളിലെ ചില സ്റ്റുഡൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എന്നെ സ്വർഗത്തിലോട്ട് കയറ്റത്തില്ലെങ്കിൽ ഞാനിങ്ങനെ സ്വർഗത്തിൻ്റെ വാതിൽ കൂടെ, മുമ്പിൽ ഇങ്ങനെ വാതിലിൽ കൂടെ ഇങ്ങനെ നടക്കും. ഇങ്ങനെ നടന്നിട്ട് എൻ്റെ തോളിൽ കിടക്കുന്ന തോർത്തെടുത്ത് ഞാൻ സ്വർഗത്തിലോട്ടങ്ങ് എറിയും. അപ്പം ഞാൻ പാപിയും എൻ്റെ തോർത്ത് അശുദ്ധവുമായതുകൊണ്ട് സ്വർഗത്തിലെ ആരും അത് തൊടത്തില്ല. അപ്പൊ എന്നോട് പറയും, വന്നെടുത്തോണ്ട് പോടാ. ഞാൻ അങ്ങോട്ട് കയറും, പിന്നെ തിരിച്ചിറങ്ങത്തില്ലെന്ന്. സ്വർഗത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ വികലമായ ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില ചിന്തകളാണ്. സ്തോത്രം. സ്വർഗത്തിന്റെ വാതിലിൽ കൂടെ ചുമ്മാ അതിങ്ങനെ നടക്കാൻ വിടുകയല്ലേ? ഇല്ല സഹോദരങ്ങളെ, അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അവിടെ പ്രവേശിക്കില്ല. പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആരെ പോലെ എന്ന് ചോദ്യം വരാം. നമുക്ക് ശുദ്ധീകരിക്കപ്പെടുവാൻ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ മാതൃക. അത് നമ്മുടെ ആരുടെയും പാസ്റ്റർമാരല്ല, സെൻട്രൽ പാസ്റ്റർമാരും പ്രസിഡന്റുമാരും അല്ല, നമ്മളെ സ്നാനപ്പെടുത്തിയവരോ നമ്മുടെ തലയിൽ കൈവച്ചപ്പോൾ നമ്മൾ അഭിഷേകം പ്രാപിച്ചവർ, ഇവരാരും അല്ല. നമുക്ക് നമ്മുടെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിനെസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. വളരെ നന്നായിട്ട് കാര്യം ഓർത്തുകൊള്ളണം. ഗെർസിം പാസ്റ്ററുടെ വിശുദ്ധി പ്രാപിക്കാൻ എനിക്ക് വളരെ എളുപ്പമാണ്. നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്, ഒരു മനോഭാവം. ബെറ്റർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ് എന്ന് തന്നെ വിളിക്കും. ബെറ്റർ ദാൻ ദൗ, നിന്നെക്കാൾ ഏതായാലും ഞാൻ മെച്ചമാണെന്ന്, നിന്റെ അത്രയും മോശമല്ലെന്ന് ഒരു ചിന്താഗതി നമുക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടത്. സ്തോത്രം. അങ്ങനെ ഒരാളിൻ്റെ വിശുദ്ധി അല്ല നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ നിലവാരം. നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ നിലവാരം യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ്. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ്. ക്രിസ്തുവിൻ്റെ ആ വിശുദ്ധി പ്രാപിക്കുന്നതുവരെയും, സ്തോത്രം, നാം വിശുദ്ധീകരണത്തിൽ വളർന്നുകൊണ്ടേയിരിക്കണം. ഓർക്കുക, 3 പദങ്ങൾ: നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. Justification is for only once. It is just an occurrence. Instantaneously, spontaneously that happens. At the very moment a sinner repents and believes on Christ. നീതീകരണം എന്ന് പറയുന്നത് ഒരിക്കലായിട്ട് മാത്രമാണ്. സ്തോത്രം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ആ നിമിഷത്തിൽ ദൈവം നമ്മെ നീതീകരിക്കുന്നു. And rather it is imputed. നീതീകരണം കണക്ക്
കണക്കിടുന്നതാണ്. നമ്മുടെ മേൽ കണക്കിടുന്നത്. നമ്മുടേതല്ല. It is imputed. We are declared justified. നാം നീതിമാന്മാരെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നതാണ്. It is not actual. നീതീകരണം അക്ഷരീയമായി നാം നീതീകരിക്കപ്പെടുകയല്ല. അത് ദൈവം നമ്മെ നീതിമാന്മാരെന്ന് ഉദ്ഘോഷിക്കുകയാണ്. അത് യേശുവിൻ്റെ നീതിയാണ്, നമ്മുടെ മേൽ കണക്കിടുന്നു എന്നേ ഉള്ളൂ. അതൊരിക്കലായി സംഭവിക്കും. The very moment we believe, we accept Christ. എന്നാൽ sanctification is a lifelong process, and it is not imputed, but it is actual. It is not reckoned. നീതീകരണം കണക്കിടുന്നതാണ്, പക്ഷേ വിശുദ്ധീകരണം കണക്കിടുന്നതല്ല. അത് അങ്ങനെ തന്നെ വേണം. സ്തോത്രം. അത് അസലായിട്ടുള്ളതാ, ആക്ച്വലാ, റിയലാണ്. സ്തോത്രം. അത് കണക്കിടുകയല്ല. യേശുവിൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിട്ടു, പക്ഷേ വിശുദ്ധി നമ്മുടെ മേൽ കണക്കിടില്ല. അത് നമുക്ക് ഓരോരുത്തർക്കായി ജീവിക്കണം. സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കായി ജീവിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആക്ച്വൽ ആണെന്ന്. സ്തോത്രം. അത് നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിശുദ്ധീകരണത്തിൽ വളർന്നു വരെയാണ്. We need to grow in sanctification, but we cannot grow in righteousness. It is static. നീതീകരണം സ്ഥിരമാണ്. അത് ഉയർച്ച താഴ്ചകളില്ല. എന്നാൽ വിശുദ്ധീകരണത്തിന് അളവിന് വ്യത്യാസമുണ്ട്. എൻ്റെ വിശുദ്ധീകരണത്തിൻ്റെയും റോയി പാസ്റ്ററുടെ വിശുദ്ധീകരണത്തിൻ്റെയും അളവുകൾക്ക് വ്യത്യാസമുണ്ട്. സ്തോത്രം. അത് നമ്മുടെ ആയുഷ്കാലത്തൊരിക്കലും നിലയ്ക്കുന്നില്ല. അത് ഇവൻച്വലി ഇറ്റ് ഷുഡ് ബി ഗ്രോയിങ്. വളർന്നുകൊണ്ടിരിക്കണം, പുരോഗമിച്ചുകൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് പ്രോഗ്രസീവ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക ദാനമായി ലഭിക്കുന്ന ഒന്നാണ് തേജസ്കരണം. ദാറ്റ് ഈസ് ദ എൻഡ്. ഗ്ലോറിഫിക്കേഷൻ. ദാറ്റ് ഈസ് ദ എൻഡ്. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. സ്തോത്രം. നമ്മളിപ്പോൾ നോക്കുന്നത് വിശുദ്ധീകരണത്തെക്കുറിച്ച്. സ്തോത്രം. പ്രിയരെ, എനിക്കും 2-3 പ്രാവശ്യം കൊറോണ പിടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ മരിച്ചില്ല. ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ ഞാൻ. എൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടൊന്നും പിടിച്ചു നിന്നതല്ല. എൻ്റെ രോഗപ്രതിരോധ ശക്തി അത്ര വർദ്ധമാനമായിരുന്നത് കൊണ്ട് കൊറോണയെ തോൽപ്പിച്ച് ഞാൻ നിൽക്കുകയൊന്നുമല്ല. എൻ്റെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയുമല്ല. ഞാൻ കഴിച്ച നാരങ്ങാനീരിൻ്റെയും ഇഞ്ചിനീരിൻ്റെയും ഒന്നും മേൽപ്പോ ഞാൻ ഉപയോഗിച്ച സാനിറ്റൈസറിൻ്റെ മാസ്കിൻ്റെയോ ഗുണമേന്മയോ ഒന്നുമല്ല. സ്തോത്രം. ഞാൻ മരിക്കാതിരുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. എന്നാൽ ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ഇതുവരെയും
ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ച വിശുദ്ധിയുടെ അളവോളം ഞാൻ എത്തിയില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് വളരാൻ വേണ്ടി മുറിക്കാതെ ഇപ്പോഴും വെച്ചേക്കുക. സ്തോത്രം. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു കർത്താവിൻ്റെ ദാസന്റെ അനുഭവം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. ഇവര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 മക്കളാ, 8 9 മക്കളാ, റാന്നി സ്വദേശികളാ. അപ്പച്ചൻ മരിച്ചതിന് മക്കളെല്ലാവരും പല സ്ഥലത്തു നിന്നും വന്നു. അടക്കം കഴിഞ്ഞിട്ട് ഓരോരുത്തർ തിരികെ പോയി. ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ഈ പാസ്റ്റർ, അദ്ദേഹവും കുടുംബവും നാളെ തിരികെ വടക്കേന്ത്യക്ക് വരിക. ഇനി അമ്മച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതുവരെ ബാക്കി മക്കളൊക്കെ പോയപ്പോഴും ഈ മോൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഏകാന്തത തോന്നിയില്ല. ഇപ്പോൾ മോൻ നാളെ രാവിലെ പോകാൻ വേണ്ടി പെട്ടിയെല്ലാം അടുക്കി കെട്ടിപ്പെറുക്കി വെക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമായി, കരഞ്ഞു. അപ്പച്ചനെ കൊണ്ടുപോയപ്പോൾ ദൈവം എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അപ്പച്ചനെ ഇവിടെ നിർത്തിയിട്ട് എന്നെ അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ അമ്മച്ചി ഇങ്ങനെ പദം പറഞ്ഞ് കരയുക. ഈ മോൻ, ഞങ്ങളുടെ കൂട്ടുകാരൻ പാസ്റ്റർ, ഒത്തിരി പറഞ്ഞു, ശാന്തമാകമ്മേ, ആശ്വസിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഒരല്പം നർമ്മം പറയുന്ന പാസ്റ്ററാ ഞങ്ങളുടെ കൂട്ടത്തിൽ. ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ച്, അമ്മ ചുമ്മാ കരയാതെ, അമ്മ ചക്ക ഇടത്തില്ലേ? റാന്നിക്കാരാ, ഞാൻ അതുകൊണ്ടാ പറഞ്ഞേ, പറമ്പൊക്കെ ഉള്ളവരാ. ചക്ക ഇടത്തില്ലേ? അപ്പൊ കരഞ്ഞോണ്ട് പറയും, ഇടും മോനെ. എങ്ങനെ അമ്മ ഇടുന്നേ? ഈ പ്ലാവെ കിടക്കുന്നതെല്ലാം കൂടെ ഒരുമിച്ച് അറത്തിങ്ങിടുവോ? ഇല്ല. പിന്നെ അത് ഞാൻ കത്തി കൊണ്ട് ഒന്ന് തുറന്ന്, ഞങ്ങളുടെയൊക്കെ തുന്നിക്കുക എന്ന് പറയും, ഒന്ന് തുന്നിച്ചു നോക്കും. വിളഞ്ഞതാണെങ്കിൽ ഇങ്ങ് മുറിച്ചിടും, ഇല്ലെങ്കിൽ പിന്നെ ഈ തുന്നിച്ച ആ ഒരു കഷണം അതിനകത്ത് തന്നെ ഇടിച്ച് കയറ്റി അങ്ങ് വെക്കും. ഈ അരക്കുള്ളത് കൊണ്ട് അങ്ങ് ഒട്ടിയിരുന്നോളും. അപ്പോഴീ മോൻ പറഞ്ഞു, അമ്മേ, ഇതുപോലെ തന്നെ അച്ചായനും അമ്മയും കൂടെ ഒരേ ഞെടുപ്പിൽ കിടക്കായിരുന്നു, 2 ചക്കയായിട്ട്. അപ്പം ദൈവം വന്നു, അമ്മയെ ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കിയപ്പം അമ്മ വിളഞ്ഞില്ല, പൊട്ട. അച്ചാനെ നോക്കിയപ്പോൾ അച്ചായൻ വിളഞ്ഞു. അച്ചാനെ ഇട്ടുണ്ടെങ്കിൽ കർത്താവ് പോയി. അമ്മ ചുമ്മാ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കാത്ത പെട്ടെന്നൊന്ന് വിളയാൻ നോക്ക, അമ്മയ്ക്ക് എളുപ്പം അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അമ്മച്ചി ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞ. ഞാൻ ഒത്തിരി സ്ഥലത്ത് ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റീജിയനിലുണ്ട്. ഇതുപോലെ കൊറോണ വന്നപ്പോഴും ആക്സിഡന്റ് ഉണ്ടായപ്പോഴും മറ്റു പല മരണകരമായ അവസ്ഥകൾ വന്നപ്പോഴുമൊന്നും നമ്മൾ പോകാതെ ഇന്നും നമ്മൾ ഈ പ്ലാവേൽ തന്നെ ഞെടുപ്പയിൽ കിടക്കുന്നതിന് കാരണം എന്താ? നമ്മളിപ്പോഴും പൊട്ട, ഇതുവരെ വിളഞ്ഞില്ല. വി നീഡ് ടു ഗെറ്റ് റൈറ്റ്. നമ്മൾ ഇതുവരെ വിളയാഞ്ഞത് കൊണ്ട് കൃഷിക്കാരൻ, തോട്ടക്കാരൻ നമ്മളെ മുറിക്കാതിട്ടേക്കുക. നമ്മൾ കോളറൊക്കെ പിടിച്ചുകൊണ്ട് പറയുന്നു, കർത്താവിൻ്റെ കരുണയാണ്, ദൈവം എന്നോട് കരുണ കാണിച്ച് എന്നെ വെച്ചിരിക്കുക, ഇനി എന്നെ എങ്ങോട്ടൊക്കെ അയക്കാനുണ്ട്. കർത്താവിന് അവിടൊക്കെ പോകാൻ നമ്മളൊന്നും വേണ്ടെന്നേ. തമ്പുരാൻ ഇതുവരെ നമ്മിൽ തുടങ്ങിയ പണി പൂർത്തീകരിച്ചില്ല. നമ്മെ അവൻ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇനിയും നമ്മൾ പാകമാകാനുണ്ട്. നമ്മൾ വിളഞ്ഞിട്ടില്ല. വിശുദ്ധീകരണത്തിൽ നമുക്കിനിയും പാകമാകണം. വിശുദ്ധീകരണത്തിൽ ഇനിയും നമുക്ക് ദൈവത്തിൻ്റെ പണിയിൽ പൂർണ്ണമായും സഹകരിക്കണം. This is secondary that Lord
wants to make use of you and me. നമ്മെ ദൈവത്തിന് ഉപയോഗിക്കണമെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാ. ഒന്നാമത്തെ കാര്യം അതല്ല. പ്രാഥമികമായ കാര്യം, നമ്മിലുള്ള ദൈവത്തിന്റെ പണി ഇനിയും പൂർത്തീകരിക്കപ്പെടാനുണ്ട്. He is still working on us. The very moment he will finish working, we will fly away. സ്തോത്രം. അപ്പോൾ ഇന്നും നാം ജീവനോടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ നമ്മിലുള്ള ദൈവത്തിൻ്റെ പണി പൂർണ്ണമായിട്ടില്ല. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം പൂർണ്ണമായ വിശുദ്ധീകരണത്തിനായി. സ്തോത്രം. പൂർണ്ണമായുള്ള വിശുദ്ധീകരണത്തിനായി. സ്തോത്രം. അതാണ് പൗലോസ് പറഞ്ഞത്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടണം. സ്തോത്രം. പ്രിയരെ, നമ്മുടെ ഉള്ളിൽ വിശുദ്ധീകരണത്തിനായിട്ടുള്ള ഒരു വലിയ വാഞ്ച വേണം. സ്തോത്രം. നമ്മൾ മുമ്പേ വായിച്ചല്ലോ, 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിനായി കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട്. സ്തോത്രം. എങ്ങനെയാ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നത്? ഒന്ന്, വിശുദ്ധിയിൽ തികഞ്ഞവരായിക്കൊണ്ടാണ്. സ്തോത്രം. ടേക്ക് ടൈം ടു ബി ഹോളി. വിശുദ്ധരാകുവാൻ നമുക്ക് സമയമെടുക്കാം. നമുക്കുള്ള എല്ലാം കൊണ്ടും നമുക്ക് വിശുദ്ധരായി തീരാം. Let's be sanctified with all we have. നമുക്കുള്ള എല്ലാം കൊണ്ടും നമുക്ക് വിശുദ്ധരായി തീരാം. സ്തോത്രം. മുഴുവനും ശുദ്ധീകരിക്കപ്പെടുക, ആത്മാവും പ്രാണനും ദേഹവും. സ്തോത്രം. ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ഒരു കാര്യം പറയാറുണ്ട്. വൈചാരികമായ വിശുദ്ധി, വൈകാരികമായ വിശുദ്ധി, ഐച്ഛികമായ വിശുദ്ധി, സ്മരണികമായ വിശുദ്ധി. സ്തോത്രം. അതെ, നമുക്ക് വിശുദ്ധീകരണത്തിൻ്റെ വിവിധ തലങ്ങൾ. വൈചാരികം, വിചാരത്തിൽ, ചിന്തകളിൽ നാം വിശുദ്ധരായി തീരണം. വൈകാരികം, ഇമോഷണലി we need to be sanctified in our thoughts, then in our emotions. സ്തോത്രം. വൈകാരികമായി നമ്മുടെ വികാരങ്ങളിൽ നാം വിശുദ്ധരാകണം. ഐച്ഛികമായി in our will, ഇച്ഛകൾ വിശുദ്ധമായി തീരണം. സ്തോത്രം. then our memory, നമ്മുടെ ഓർമ്മകൾ വിശുദ്ധമാകണം. അശുദ്ധമായ പലതുണ്ട്, അവയെക്കുറിച്ചൊന്നും ഓർക്കരുത്. ഇസ്രായേൽ മക്കളെ പോലെ, മിസ്രയീമിൽ ഞങ്ങൾ കഴിച്ച ഇറച്ചി, വെളുത്തുള്ളി, ചിറ്റുള്ളി, മത്തങ്ങ, വെള്ളരിക്ക, അവർ ഓർക്കുകയാണ്. 5, in our imaginations, നമ്മുടെ സങ്കല്പങ്ങളിൽ, ഭാവനകളിൽ നാം വിശുദ്ധരായി തീരണം. ഭാവനകളിൽ നാം വിശുദ്ധരായി തീരണം.
സ്തോത്രം. നാം ഈ മേഖലകളെയൊക്കെ, ഇവിടെ നമ്മുടെ പ്രവൃത്തിയൊന്നും വന്നില്ല കേട്ടോ. ഈ പറഞ്ഞ 5 നമ്മൾ പ്രവൃത്തികളെ കുറിച്ച് മിണ്ടിയിട്ടില്ല. നമ്മൾ ഏത് തലത്തിലാണ് വിശുദ്ധിയെ പലപ്പോഴും വിലയിരുത്തുന്നത്? സ്തോത്രം. What is more important for us? The words others could hear or record, or the thoughts even no one can understand. നാം ഇതിൽ ഏതിനാ പ്രാധാന്യം കൊടുക്കുന്നത്? മറ്റുള്ളവർക്ക് കേൾക്കാനും റെക്കോർഡ് ചെയ്യാനും കഴിയുന്ന വാക്കുകൾക്കാണോ, അതോ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ചിന്തകൾ വിശുദ്ധമായി സൂക്ഷിക്കാനാണോ? സ്തോത്രം. ഹൃദയത്തിലെ പാപം എന്നൊരു പാപമുണ്ട് ബൈബിളിൽ. സ്തോത്രം. സിൻ ഓഫ് ദ ഹാർട്ട്. സിൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ പാപം. മത്തായി 5-ാമത്തെ അധ്യായം 20 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാം. അവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഹാർട്ട് മർഡർ ആൻഡ് ഹാർട്ട് അഡൽട്ടറി. ഹൃദയം കൊണ്ടുള്ള കൊലപാതകവും ഹൃദയം കൊണ്ടുള്ള വ്യഭിചാരവും പരസംഗവും അവിടെ പറയപ്പെട്ടിരിക്കുന്നു. 20 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പൂർവന്മാരോട് അരുളി ചെയ്തത് എന്തുവാ? കൊല ചെയ്യരുത്. കൊല ചെയ്താൽ നിങ്ങൾ ന്യായവിധിക്ക് അല്ലെങ്കിൽ ന്യായാധിപ സഭയിൽ നിൽക്കേണ്ടി വരും. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായാധിപ സംഘത്തിൽ നിൽക്കേണ്ടി വരും. നേരത്തെ കൊലപാതകം ചെയ്യണമെങ്കിൽ ഒരുത്തന്റെ ജീവൻ എടുക്കണമായിരുന്നു. ഇപ്പൊ അത് വേണ്ട, ഒരുത്തനോട് കോപിച്ചാൽ മതി. അങ്ങനെ താഴോട്ട് ഹൃദയത്തിൻ്റെ പാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കാറുണ്ടോ? സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു. നമ്മൾ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? സ്തോത്രം. സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നു 19-ാം സങ്കീർത്തനത്തിൽ, യഹോവേ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായുള്ളവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരം ആയിരിക്കുമാറാകട്ടെ. പ്രിയരെ, ദൈവം നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപനാണ്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണത്തിന് നാം പ്രാധാന്യം നൽകണം. അശുദ്ധന്മാരാരും കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കില്ല. അശുദ്ധമായതൊന്നും പ്രവേശിക്കില്ല. സ്തോത്രം. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ഇച്ഛകൾ, ഓർമ്മകൾ, ഭാവനകൾ അഥവാ സങ്കല്പങ്ങൾ, ഇവയെല്ലാം നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കണം.
പിശാചിന് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് പ്രവേശനമില്ല. എന്നാൽ അവൻ്റെ വിചാരങ്ങളിലേക്ക് സാത്താൻ തൻ്റെ ചരക്ക് കയറ്റിവിടും. പ്രാർത്ഥനയുടെ ഇടയിൽ പോലും ചിലപ്പോൾ അവൻ നമ്മളെ ഹൈജാക്ക് ചെയ്ത് കളയും. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പോലും ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ എവിടേക്കോ വലിച്ചിഴക്കപ്പെടാം. ഞാൻ കണ്ടിട്ടുണ്ട് സഭാവിശ്വാസികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എവിടെയോ പോയി അടിക്കാനോങ്ങിയ കൈ ഇങ്ങനെ ഇരിപ്പുണ്ട്, ഹല്ലേലൂയ പറയാൻ തുറന്ന വായും ഇങ്ങനെ ഇരിപ്പുണ്ട്, എവിടെയോ പോയി. ഞാൻ പിന്നെ അവരെ തിരിച്ചു വിളിക്കാറുണ്ട്, ടിക്കറ്റ് ഇല്ലാതെ എങ്ങും യാത്ര ചെയ്യരുതെന്നും പറഞ്ഞു. സാത്താൻ ചിന്തകളെ എവിടേക്കൊക്കെയോ കയറ്റി അയക്കുന്നു. നമ്മുടെ ചിന്തകളിലേക്ക്, സങ്കല്പങ്ങളിലേക്ക്, ഭാവനകളിലേക്ക്, വികാരങ്ങളിലേക്ക്, ഓർമ്മകളിലേക്ക് സാത്താൻ തൻ്റെ അശുദ്ധമായതിനെ കയറ്റി അയക്കുമ്പോൾ നാം നിന്നുകൊടുക്കരുത്. ഇതിൻ്റെ പേരാണ് ആത്മീയ പോരാട്ടം. നമ്മൾ പലപ്പോഴും സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് ഉപവസിച്ചൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് സാത്താനെ ശാസിക്കുന്നതും ഭത്സിക്കുന്നതും ഒക്കെയാ. അല്ല. അയലത്തുകാരനും ബന്ധുവും കൈവശവും കൂടോത്രവും ഒക്കെ ചെയ്തതിനൊക്കെയാണ് നമ്മൾ ആത്മീയ പോരാട്ടമായിട്ട് കാണാറുള്ളത്. ജോലിക്കെതിരെ, നന്മയ്ക്കെതിരെ, അടുത്ത വസ്തു വാങ്ങുന്നതിനെതിരെ, ഇതൊന്നുമല്ല. ഇതൊക്കെ വേണ സാത്താൻ ഇങ്ങനെ വാരിക്കോരി തരുമെന്നേ. നമ്മുടെ കർത്താവിനോട് പോലും വാഗ്ദത്തം ചെയ്തല്ലേ അവൻ. കർത്താവിനെ അങ്ങ് മോളി കൊണ്ടുപോയിട്ട് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ലൂക്കോസ് 4:5 വാക്യമാണ്. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന ലോകത്തിൻ്റെ മഹത്വവും അധികാരവുമെല്ലാം ഞാൻ നിനക്ക് തരാം. I shall give you the glory, the splendor and the power. മഹത്വവും അധികാരവും ഒക്കെ എൻ്റെ മേൽ, എൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവന് ഞാൻ കൊടുക്കും. പ്രിയരെ, ഇതൊക്കെ അവൻ ഇങ്ങോട്ട് കൊണ്ടുതരുന്നേ. പക്ഷേ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ അവൻ എവിടെയൊക്കെയോ വലിച്ചു കൊണ്ടുപോകും. നമ്മളിങ്ങനെ പതിയെ അവൻ്റെ കൂടെ പോകും. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ ചെന്നപ്പം ആദ്യത്തെ 1.5 മാസം ഞങ്ങൾക്ക് ഓറിയന്റേഷൻ ആയിരുന്നു. മണക്കാലയിലെ കാര്യം പറയുന്നത്. അന്നേരം എല്ലാ ക്ലാസ്സുകാരെയും കൂടെ ഒരുമിച്ചിരുത്തിയാ ക്ലാസ് എടുക്കുന്നത്. പ്രായമുള്ള, എനിക്ക് ഓർമ്മയുണ്ട്, പാസ്റ്റർ ജോർജ് മൻ, അദ്ദേഹം വന്നിങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കിടന്നുറങ്ങുന്നവരാണോ അത് ഉറങ്ങിക്കിടക്കുന്നവരാണോ? നിങ്ങളും ചിന്തിച്ചോ, കിടന്നുറങ്ങുന്നവരാണോ അത് ഉറങ്ങിക്കിടക്കുന്നവരാണോ? ഞങ്ങൾക്കൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഉറങ്ങുന്നേ? നിങ്ങൾ പോയി കട്ടിലിൽ കിടന്നിട്ട് ഒരല്പം കഴിഞ്ഞിട്ടല്ലേ ഉറങ്ങുന്നേ? അതിൻ്റെ പേരാ കിടന്നുറങ്ങുക. കിടന്നതിന് ശേഷം ഉറക്കം. മറ്റു ചിലതുണ്ട്, ഇങ്ങനെ നോക്കി എന്തെങ്കിലുമൊക്കെ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഉറക്കം വന്ന് അവിടെ വീണ് കിടന്നുറങ്ങുന്നു. അപ്പൊ ഇതിലേതാ നിങ്ങൾ? എല്ലാവരും പറഞ്ഞു, ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങുന്നവരാ. ഓ ശരി. ഇപ്പൊ പറയും, നിങ്ങൾ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ ഈ കിടക്കുന്നതിനും ഉറങ്ങുന്നതിനും ഇടയിൽ ഒരല്പം സമയമില്ലേ?
ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെയാ കടന്നു പോകുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനമാണോ എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയുള്ളൊന്നും ചിലപ്പം പറയാൻ ഒക്കുന്നൊന്നും ആയിരിക്കത്തില്ല. അത് പോട്ടെ, എന്താണെന്നൊന്നും പറയണ്ട. ഇപ്പൊ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ഞാൻ ഈ പറയുന്നതിന് ആധാരം 2 കൊരിന്ത്യർ 10-3 മുതൽക്കുള്ള വാക്യങ്ങളാണ് കേട്ടോ. 2 Corinthians chapter 10 verses 3 following. അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. എന്തോ കോട്ടയാ? അവയാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് ഉയർച്ചയെയും ഇടിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ പിടിച്ചടക്കി. സ്തോത്രം. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. കണ്ടോ, 3, 4, 5 വാക്യങ്ങളാ. കോട്ടകളെ ഇടിക്കണം, ചിലതിനെ ഖണ്ഡിക്കണം, ചിലതിനെ പിടിച്ചടക്കണം, ചിലതിനെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴ്പ്പെടുത്തണം. എവിടെ നടക്കുന്ന കാര്യങ്ങളാ ഈ 3 എണ്ണവും? നമ്മുടെ മനസ്സിൽ. ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാത്ത നമ്മുടെ അന്തർമണ്ഡലത്തിൽ, ഈ അന്തർമണ്ഡലത്തിൽ വരെ ദൈവം വിശുദ്ധി ആഗ്രഹിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ ഭക്തന്മാരാണ് പണ്ട് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തത്, സ്വപ്നത്തിൽ കൂടെ പോലും പാപം ചെയ്യുവാൻ അനുവദിക്കരുതേ എന്ന്. സ്വപ്നങ്ങളിൽ പോലും നാം വിശുദ്ധരായി തീരണം. സ്തോത്രം. ഞാൻ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ്, കർത്താവേ, ഞാൻ ഇന്നും ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, മാനസാന്തരപ്പെട്ട ഒരു പാപിക്ക് അവൻ ജഡത്തിൽ ജീവിച്ചിരിക്കും കാലം വിശുദ്ധിയുടെ എത്രയും ഉയർന്ന തലം വരെ എത്താൻ സാധിക്കുമോ, അതിൻ്റെ ഏറ്റവും ഉയർന്ന തലം വരെ വിശുദ്ധീകരിക്കപ്പെടാനും വിശുദ്ധനാകുവാനും എന്നെ സഹായിക്കണമേ. ഞാൻ ആവർത്തിക്കുന്നു, മാനസാന്തരപ്പെട്ട ഒരു പാപിക്ക് അവൻ്റെ ആയുഷ്കാലത്തിൽ ജഡത്തിൽ ജീവിക്കുന്ന സമയത്ത് എത്രയും വിശുദ്ധനാകാൻ സാധിക്കുമോ അത്രയും നമുക്ക് വിശുദ്ധന്മാരായി തീരണം. അങ്ങനെ ഒരു അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ അകത്തുണ്ടോ? സ്തോത്രം. എനിക്ക് ഭൗതിക ഉയർച്ചകൾ ലഭിച്ചില്ലെങ്കിലും, ശുശ്രൂഷകളുടെ പുതിയ വഴികളും വാതിലുകളും ഒന്നും തുറന്നില്ലെങ്കിലും, സാമ്പത്തിക നന്മകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഒന്നും സാരമില്ല. സ്തോത്രം. എൻ്റെ വിവാഹം നടന്നില്ലെങ്കിലും, എൻ്റെ മക്കളുടെ വിവാഹം നടന്നില്ലെങ്കിലും സാരമില്ല. പക്ഷേ എനിക്കൊരു വിശുദ്ധനായി തീരണം. സ്തോത്രം. നമ്മുടെ അതിയായ ആഗ്രഹം അതാകട്ടെ. സ്തോത്രം. വിശുദ്ധീകരിക്കപ്പെടുക. പണ്ട് നമ്മൾ പഠിച്ച കാര്യം ഓർമ്മ കാണുമല്ലോ, വിശുദ്ധിയുടെ അർത്ഥത്തെക്കുറിച്ച്. സ്തോത്രം.
ഹാഗിയോസ്, ഹാഗിയോസ്മോസ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട്, വേർപാടെന്നാണ് അർത്ഥം. വിശുദ്ധിയുടെ അർത്ഥം വേർപാടെന്ന, സെറ്റ് അപ്പാർട്ട്. സ്തോത്രം. വിശുദ്ധിക്ക് രണ്ടാമതൊരർത്ഥമുണ്ട്, വ്യത്യാസം, ഡിഫറൻസ്. വിശുദ്ധിയുടെ വിപരീത പദം നിങ്ങൾക്ക് ഓർമ്മ കാണും. 2015 നമ്മൾ പഠിച്ചതായിരുന്നു. വിശുദ്ധിയുടെ വിപരീതം നോർമൽ. കോമൺ. യെസ്, കോമൺ. വെരി ഗുഡ്. സാമാന്യമായത്. യഹസ്കേൽ 42:20 വാക്യം, യഹസ്കേൽ 44:23 വാക്യം. അതൊന്ന് വായിച്ചോളൂ. യഹസ്കേൽ 42:20. കിട്ടിയില്ലേ? You separate the holy from the common. Yeah, you separate holy from the common. വിശുദ്ധമായതിനും സാധാരണമായതിനും തമ്മിലുള്ള വ്യത്യാസം. സ്തോത്രം. ആ രണ്ട് വാക്യങ്ങളിലും നാം അതാണ് കാണുന്നത്. സ്തോത്രം. ആ രണ്ട് വാക്യങ്ങളിലും. അതുപോലെ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്ന ആ സ്ഥലത്താണ് 44:23 ചില ഇംഗ്ലീഷ് വേർഷൻസിൽ കോമൺ എന്നില്ല, എന്നാൽ മലയാളത്തിൽ വ്യക്തതയോടെ കൊടുത്തിട്ടുണ്ട്. ചില ഇംഗ്ലീഷ് വേർഷൻസിലും ഉണ്ട്. പുരോഹിതന്മാർ എൻ്റെ ജനത്തിന് വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം ഉപദേശിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നത്. സ്തോത്രം. 1 ശമൂവേൽ 21:4 കൂടെ വായിച്ചോളൂ. 1 Samuel 21:4. അതിന്റെ പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായ അപ്പം കൈവശമില്ല. കണ്ടോ എന്തൊക്കെ തമ്മിലാ വൈപരീത്യം. അശുദ്ധവും വിശുദ്ധവും തമ്മിലല്ല, വിശുദ്ധവും സാമാന്യവും തമ്മില. ഇതേ കാര്യം പുതിയ നിയമത്തിൽ യേശു കർത്താവ് എടുത്തു പറയുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. അതേ പ്രിയരെ, നാം മുഴുവനുമായി വിശുദ്ധീകരിക്കപ്പെടണം. ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ ഒരു വിശുദ്ധീകരണത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധീകരണം ഈ പറഞ്ഞ അദൃശ്യമായ ആന്തരികമായ മേഖലകളിൽ നാം വിശുദ്ധരായാൽ പുറമെ ബാഹ്യമായി പ്രവൃത്തിയുടെ മേഖലകൾ താനേ വിശുദ്ധമായിക്കൊള്ളും. പക്ഷേ പലപ്പോഴും നമ്മൾ അകത്ത് കാക്കയും പുറത്ത് വെള്ളരിപ്രാവുക.
Oftentimes we are internally cross, but externally white doors. വെള്ളപ്രാക്കളാണ് പുറമെ, അകത്തൂടെ നല്ല ഒന്നാം തരം ശവന്തീനി കാക്കകളും. അരുതേ, കാരണം നമുക്ക് കാര്യമുള്ളത് ആരുമായിട്ടാ? നമ്മുടെ ഹൃദയങ്ങളെയും സകല രഹസ്യങ്ങളെയും അറിയുന്ന ദൈവവുമായിട്ടാ. സ്തോത്രം. പുറമേ മാത്രം കണ്ടിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരുവനുമായിട്ടല്ല. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്താക്കി ഹൃദയത്തിൻ്റെ ആലോചനകളെയും വെളിപ്പെടുത്തുന്ന ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമായി പറഞ്ഞത്. 1 Corinthians 4:5. സ്തോത്രം. പൗലോസ് അവിടെ കൊരിന്ത്യരോട് പറയുന്നുണ്ട്, നിങ്ങളോ വേറെ വല്ല മനുഷ്യരോ എന്നെ വിധിക്കുന്ന കോടതികളിൽ എന്നെ വിസ്തരിക്കുന്നതും വിധിക്കുന്നതും എനിക്ക് ഏറ്റവും ചെറിയ കാര്യമാണ്. കാരണം എന്നെ വിധിക്കുന്നത് ദൈവമാണ്. എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എന്ന് വരികിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരുന്നില്ല. ദൈവം എന്നെ വിധിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന പൗലോസ് ഇവിടെ പറയുന്നത്? അവൻ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്താക്കും. 2, ഹൃദയത്തിൻ്റെ ആലോചനകളെയും വെളിപ്പെടുത്തും. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് പ്രിയരെ നമുക്ക് വിശുദ്ധരാകേണ്ടത്. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നു, തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നു, പാസ്റ്ററായി ഒക്കെയോ സ്ഥാനമായി പ്രസംഗിക്കുന്നു, പലയിടങ്ങളിലും ഞാൻ യാത്ര ചെയ്യുന്നു, ക്ഷണിക്കപ്പെടുന്നു, ഒക്കെ ശരിയാ. പക്ഷേ എൻ്റെ ഹൃദയം അശുദ്ധമായതാണെങ്കിൽ, എൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഇച്ഛകളും ഭാവനകളും ഓർമ്മകളും ശുദ്ധമായി സൂക്ഷിപ്പാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, ഇതൊന്നും കൊണ്ട് ഞാൻ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പോവുകയില്ല. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. വേറെയും ഭാഗങ്ങളുണ്ടെങ്കിലും അവിടേക്ക് ഇപ്പോൾ നമുക്ക് സമയം അനുവദിക്കുന്നില്ലല്ലോ. നമുക്ക് ഇന്ന് രാത്രി സമ്പൂർണമായ വിശുദ്ധീകരണത്തിനായിട്ട് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ഈ വിധമായ എല്ലാ മേഖലകളും ഒരുപോലെ വിശുദ്ധീകരിക്കപ്പെട്ട് എത്രയും നമ്മുടെ വിശുദ്ധനായ കർത്താവിനോട്, അല്ല പരിശുദ്ധനായ കർത്താവിനോട് താതാത്മ്യപ്പെടാമോ അത്രയും താതാത്മ്യപ്പെടുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങൾ അതിന് മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ച് ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയത്തിന്റെ ആലോചനകളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ഇച്ഛകൾ, ഓർമ്മകൾ
വിശുദ്ധമായിരിക്കാൻ തക്കവണ്ണം സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.